ഓവറോൾ നമ്മുടെ സിനിമ ഒരു ആക്ഷൻ ത്രില്ലർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ കഥ, അറ്റ്ലീസ്റ്റ് ഇതിന്റെ ക്ലൈമാക്സ് ഒരു പ്ലോട്ട് പോലെ റിവ്യൂസിൽ വന്ന് യൂട്യൂബിൽ ഒരു വൈഡ് സ്പ്രെഡ് ക്രൗഡിന് ഇൻഫർമേഷൻ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഈ സിനിമ എടുത്തതിന്റെ പേർപ്പസ് തന്നെ എല്ലാ രീതിയിലും ഇല്ലാതാവും. എന്നെ 24 അവർ ക്വസ്റ്റ്യൻ ചെയ്താ കേരള പോലീസൊക്കെ മണ്ടന്മാരാ, ഞാൻ കാശ് വാങ്ങി ഊമെന്ന് എടുത്താണ് എന്നെ പിടിച്ച് ചെല്ലിട്ടുണ്ടാവൂലേ, കളിക്കാൻ നിൽക്കണോടാ പട്ടികളെ. എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല, എങ്ങനെ നമ്മളെ പടം ഇങ്ങനെ പൊട്ടിപ്പോയത്. ആള് കയറിയില്ല, അതാണ്. ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡ്യൂസറാണ് അദ്ദേഹം. ആ എന്റെ സിനിമയെ പോലും പല പല രീതിയിൽ സെൻസ് ഇല്ലാത്ത രീതിയിലൊക്കെ പറയുമ്പോൾ വി കൻ അണ്ടർസ്റ്റാൻഡ് ഒരു പരിധിക്കുള്ളിൽ എവിടെന്നാ വരുന്നതെന്ന്, രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ വേറെ കാരണം കൊണ്ടോ. അതെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിനക്ക് കഴിവില്ല മോനെ. നിന്റെ 1 ലക്ഷം ഉറുപ്പ്യ നീ കേരളത്തിലെ എല്ലാ പ്രേക്ഷകരും കൊടുക്കുന്നു, ഒരാൾ പോലും പടം കാണൂല. എടോ 1 ലക്ഷം ഉറുപ്പ്യ കൊടുത്താൽ പോലും ഒരാൾ ഈ പടം കാണാതെ ടോർച്ചർ അനുഭവിക്കാൻ മനുഷ്യൻ താല്പര്യമില്ല. മനുഷ്യൻ അദ്ദേഹം സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് ഇറക്കിയ ഒരു സിനിമയുടെ തിരിച്ച് കളക്ഷൻ, അതായത് ആൾക്ക് റിട്ടേൺസ് കിട്ടേണ്ട ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കും അതിനെ മുടക്കുന്ന രീതിയിലായിരുന്നു ഈ റിവ്യൂസ് വന്നത്. എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടേ, എന്തെങ്കിലും ഡിസാസ്റ്റർ ആയിപ്പോയി, ദുരന്തമായി പോയി എന്ന് പറയായിരുന്നു. മാധവ് സുരേഷിനെ വെച്ചിട്ട് 4.5 കോടി മുടക്കിയെന്ന്. അരെ നട്ട് ഓർ വാട്ട്, അരെ ഫക്കിംഗ് ക്രേസി മാൻ. ഒരു പ്രേക്ഷകൻ എന്റെ പെർഫോമൻസോ അല്ലെങ്കിൽ സിനിമയുടെ ഔട്ട്പുട്ടിനെയോ കണ്ടിട്ട് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ വിലയിരുത്തിയോണ്ടല്ല നമ്മൾ ഇരുന്ന് പറയുന്നത്. മനസ്സിലായോ?